എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വയനാട്ടിൽ പോയപ്പം സുൽത്താൻ ബത്തേരിയിലെ ഒരു ജൈൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കരിങ്കല്ല് പതിച്ച് ഈ വഴിയിലൂടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഈ സമചതുര ആകൃതിയിലുള്ള ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ നമ്മുടെ ജൈൻ ടെമ്പിൾ. AD 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ഒരു ടെമ്പിളിൽ ടിപ്പു സുൽത്താന്റെ പടയാളികൾ പടയോട്ട കാലത്ത് അവരുടെ വെടിക്കോപ്പുകളും വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചത് കൊണ്ട് ഇത് സുൽത്താൻസ് ബാറ്ററി എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് സുൽത്താൻ ബത്തേരി എന്നായി മാറുകയും ചെയ്തു കേട്ടോ. 150ഓളം വർഷങ്ങൾ വിജനമായി കിടന്നിരുന്ന ഈ ഒരു സ്ഥലം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തുകയും പിന്നീട് അവരതൊരു സ്മാരകമാക്കി മാറ്റുകയുമാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടുത്തെ തൂണുകളിലൊക്കെ നമുക്ക് ധാരാളം കൊത്തുപണികളും അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് കല്ലുകളിൽ പല പല ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ക്ഷേത്രം പഴയ വിജയനഗർ വാസ്തുവിദ്യ ശൈലിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്തായിട്ട് നമുക്കൊരു മണിമണ്ഡപവും അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു മഹാമണ്ഡപവും കാണാനായിട്ടും സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു തുരങ്കമുണ്ടെന്നും ആ തുരങ്കം ചെന്ന് ചേരുന്നത് മൈസൂരുള്ള ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ് എന്നുമൊക്കെ പറയപ്പെടുന്നു. പക്ഷെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു ജയിലിലേക്കൊക്കെ നോക്കുന്ന ഒരു പ്രതീതിയും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി പുതിയൊരു സ്ഥലത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.